നമസ്കാരം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവച്ച IT സെക്ടർ ഒരു വഴിത്തിരിവിലാണ്. AI കടന്നുകയറ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുന്നേറ്റം IT ലോകത്തെ അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപകരെ സംബന്ധിച്ച് IT കമ്പനികളുടെ ഭാവി എന്താകും എന്നുള്ള ചില ആശങ്കകളുണ്ട്. AI ഒരു കാലഘട്ടത്തിൽ IT ഓഹരികൾ ഇനി പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നത് സുരക്ഷിതമാണോ? IT ഓഹരികൾ കൈവശമുള്ളവർ എന്ത് ചെയ്യണം? ടെക് ഫണ്ടുകൾ ഇനി നേട്ടം നൽകുമോ? എന്നിങ്ങനെയുള്ള സംശയങ്ങൾ നിരവധിയാണ്. ഈ ഒരു വിഷയത്തിൽ നിക്ഷേപകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റ് അഡീഷണൽ ബാലചന്ദ്രൻ ബിശ്വറാമാണ്. നമസ്കാരം. ഇപ്പം നമ്മൾ ചുറ്റും നോക്കുമ്പം AI കാരണം IT സെക്ടറിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, ജോലികളെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്നത് ശരിക്കും IT സെക്ടറിൽ കാണുന്നത് ഒരു ലേ ഓഫ്സ് ആണോ, അതൊരു ഹയറിംഗ് സ്ലോ ഡൗൺ ആണോ? ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? AI ഇമ്പാക്റ്റ് ആക്ച്വലി എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കാൻ പോകണമെന്നുള്ളത് ഇതുവരെ ആർക്കും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു വിക്ടിം ആയേക്കുന്നത് IT കമ്പനികൾ തന്നെയാണ്. കാരണം അവരുടെ പുതിയ ഹയറിംഗ് അവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഉള്ള ഒരുപാട് പേര് അവർ ലേ ഓഫ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഇത് US കമ്പനീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ശരിക്കും ഒരു AI ബൂം തന്നെ ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷെ ഒരു ഇന്ത്യൻ കൗണ്ടർ പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പലരും AI അത്ര ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത് റിസൾട്ട് നമുക്ക് മാർക്കറ്റിൽ കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല AI എവിടെയാണ് ശരിക്കും അതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു മുന്നേറ്റത്തോട് ഇന്ത്യൻ IT കമ്പനികളൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഏകദേശം 2023 നമ്മളൊരു AI ബൂം നമ്മൾ കണ്ടു തുടങ്ങിയത്. ആ ഒരു പോയിന്റിൽ US സൂചികയായ S&P 500 ഒരു ലോ പോയിന്റിൽ നിന്ന് പെട്ടെന്നാണ് റിക്കവറി വന്നത്. ആ റിക്കവറി ചെയ്തേക്കുന്ന 3-4 കമ്പനികളൊന്ന് എൻവിഡിയ, മെറ്റ, പിന്നെ ഗൂഗിൾ, ഇങ്ങനത്തെ കമ്പനീസിന്റെ AI അഡോപ്ഷൻ വന്നേക്കുന്ന ഒരു ബിഗ് റിവേഴ്സലായിരുന്നു അവിടെ സംഭവിച്ചത്. അതേ സമയത്ത് നമ്മുടെ ഇന്ത്യൻ IT സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് അതേപോലത്തെ ഒരു റീബൗണ്ടിങ് ഇന്ത്യൻ IT സെക്ടറിൽ നടന്നിട്ടില്ല. അതുമാത്രമല്ല, കഴിഞ്ഞൊരു വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ IT സെക്ടർ ഒരു 25% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ IT ബൂം ശരിക്കും AI കടന്നു കയറിയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പോൾ ഇവിടെ ഒരു മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധേയമാകുന്നത്, ഇപ്പോൾ കഴിഞ്ഞൊരു 5 വർഷത്തെ ഒരു ഡിവിഡൻഡ് പേ ഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ടോപ്പ് 5 IT കമ്പനീസൊക്കെ കൂടി ഏകദേശം 5 ലക്ഷം കോടിയോളം രൂപയാണ് ബൈബാക്ക്, ഷെയർ, ബോണസ് ഇഷ്യൂ, അങ്ങനെ എല്ലാ രീതിയിലും ക്യാഷ് ഡിവിഡൻ്റ് ആയിട്ടൊക്കെ നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ഒരു മൊത്തത്തിലുള്ള ഈ 5 വർഷത്തിനിടയിൽ അവരൊരു റിസർച്ചിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന 20,000 കോടി താഴെ മാത്രമാണ്. അത് 5 ലക്ഷം കോടിയോളം രൂപ അവർ റിവാർഡായിട്ട് കൊടുത്ത സമയത്ത് ഈ റിസർച്ചിലോട്ടൊക്കെ കുറവാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു മിസ്ജഡ്ജ്മെന്റ് പറ്റിയിട്ടുണ്ടോ, അതോ ഇനി വരുമ്പോൾ നോക്കാമെന്നുള്ള നിലപാടിലാണോ? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് ഇവിടുത്തെ IT കമ്പനീസ് ചെയ്തേക്കുന്നത് അവർക്ക് പ്രോഫിറ്റിന്റെ വീതം കൂടുമ്പോൾ അവരൊരു ബൈബാക്കിലേക്ക് പോകുന്നു, ഷെയർ ഹോൾഡേഴ്സിനെ കൂടുതൽ ഹാപ്പിയാക്കി നിർത്തുന്നു എന്നതൊക്കെയാണ്. ഈ പറയുന്ന പല കമ്പനികളും 20,000 മുതൽ 70,000 കോടി രൂപ അഡീഷണൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഓരോ കൊല്ലവും. ഇവർ ശരിക്കും ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല AI കമ്പനികൾ, AI അഡോപ്ഷന് കഴിവുള്ള സ്റ്റാർട്ടപ്പുകളെ വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. മാർക്കറ്റിലേക്കുള്ള ഷെയർ ഹോൾഡേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ബൈബാക്ക് ചെയ്യണതും ഡിവിഡൻറ്റും ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് ഇപ്പം ഇത്രയധികം ഒരു റിച്ച് ക്യാഷ് ബുക്കുള്ള അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു IT കമ്പനികളെ സംബന്ധിച്ച് ഒരു AI സ്റ്റാർട്ടപ്പുകളെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു മത്സരത്തിൽ നിന്നും പുറകോട്ട് പോകാതെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് സൂചിപ്പിച്ചു വരുന്നത്. തീർച്ചയായിട്ടും. കാരണം 2000-2010 കാലഘട്ടത്തിലാണ് IT ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലീഡറായിട്ട് മാറിയത്. IT സെക്ടർ ബാങ്കിങ് സെക്ടറിനേക്കാൾ ഒരുപാട് മുന്നോട്ട് പോയ ഒരു ടൈം പീരീഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു 2000-2010. അവിടെ അവർ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ .com ബബിൾ വരികയും അതിനുശേഷം വരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിനൊക്കെ നല്ല രീതിയിൽ അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ AI വന്നപ്പോഴേക്കും ഇവരെല്ലാവരും കുറച്ചും കൂടി ഒരു ബാക്ക് ഫുട്ട് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവർ പുറകോട്ട് വലിഞ്ഞു. അത് അവർ ചെയ്യുന്നത് കുറച്ചും കൂടി അഗ്രസീവായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി തിരിച്ച് ആ സെക്ടറൽ ലീഡർഷിപ്പ് തിരിച്ചു പിടിക്കണം. അവർ കൂടുതൽ റിസ്ക് എടുക്കണം, കൂടുതൽ AI കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ തിരിച്ച് ഇന്ത്യയിലേക്ക് ഈ പറയുന്ന ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ AI ഉപയോഗപ്പെടുത്തി നിലവിലുള്ള ഇന്ത്യൻ IT കമ്പനികൾക്ക് കൂടുതൽ ലാഭസാധ്യതയാണോ മുന്നിലുള്ളത്, അല്ലെ അവർ ബിസിനസ് മോഡൽ ഇനി എങ്ങനെയൊക്കെയാവും? ശരിക്കും പറഞ്ഞാൽ ബിസിനസ് മോഡലിൽ നല്ല രീതിയിലുള്ള ഒരു ഡിസപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റാ സെന്റേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ GPUവിന്റെ യൂസേജസ് വരുന്ന ടെക്നോളജീസ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഉപയോഗം വരാൻ സാധ്യതയുള്ളത്. അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് വേറെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലത്തുള്ള ഒരു രാജ്യം വളരെ ഡേറ്റ സെൻട്രിക് ആയിട്ടുള്ള ഒരുപാട് ഡേറ്റ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ
ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു പലരും ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ഡേറ്റാ സെന്റേഴ്സിലും ഡേറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇതിന് ഇവിടത്തുള്ള ഫ്രണ്ട് റണ്ണിങ് ആയിട്ടുള്ള IT കമ്പനീസ്, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള IT കമ്പനീസ് അത് ഏറ്റുപിടിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ IT ബൂം ഒരു AI ബൂം ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. അത് ഇവിടുത്തെ എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം സ്റ്റോക്കിലോട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മിക്ക മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു എക്സ്പോഷറുള്ളതാണ് IT ഓഹരികളെന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 52 വീക്ക് ഹൈയിൽ നിന്ന് നോക്കുമ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 26% താഴെയാണെങ്കിൽ ഒരു ഇയർലി ലോയുടെ അടുത്താണ് നിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ടെക് ഫണ്ടുകൾ അല്ലെങ്കിൽ IT സെക്ടർ ഫണ്ടുകൾ ഇപ്പോൾ റിസ്ക്കിലാണോ ഉള്ളത്? എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്? ആ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. അതായത് ഇന്ത്യൻ ടെക്നോളജി സെക്ടറിൽ അല്ലെങ്കിൽ IT സെക്ടറൽ ഫണ്ട്സിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് എല്ലാവരും വളരെ കഴിവുള്ളവരാണ്. അവരുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ഇപ്പോൾ വന്നേക്കുന്നത് ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ ലിസ്റ്റഡ് യൂണിവേഴ്സിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കമ്പനി ലിസ്റ്റഡ് സ്പേസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ റീബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഒരു അഡ്വൈസ് എന്ന് നമുക്ക് പറയാനുള്ളത്, ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ നേരത്തെ വിറ്റൊഴിവാക്കി പോകേണ്ട കാര്യമില്ല. എന്തായാലും അത് ലോസിലേക്കായി. പക്ഷെ നിങ്ങൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ IT ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് റീകൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അതായത് ഇപ്പോഴുള്ള IT കമ്പനികൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ AI കമ്പനികളോ AI സ്റ്റാർട്ടപ്പുകളോ അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനികളോ വരികയാണെങ്കിൽ അതിനെ ഉപയോഗിച്ച് അവരൊരു റീബാലൻസ് നടത്തി ഇപ്പോഴുള്ള ഫണ്ടുകളെ വീണ്ടും ഒരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ വീണ്ടും ഒരു പഴയ നേട്ടത്തിലേക്ക് എത്തിക്കാൻ ഫണ്ട് മാനേജർക്ക് കഴിയുമെന്നുള്ളതാണ് സൂചിപ്പിച്ചു വെക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ രണ്ട് ഒബ്സർവേഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള IT ലീഡേഴ്സ് തന്നെ AI സ്റ്റാർട്ടപ്സിനെ വാങ്ങിക്കുകയും അവർ അതിൽ നിന്ന് തിരിച്ച് ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് ഡിസ്റപ്ഷനിലേക്ക് പോവുകയും അവർ വീണ്ടും സെക്ടറൽ ലീഡേഴ്സായി മാറുകയും ചെയ്യുന്നതാണ് നമ്മളൊരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IT കമ്പനീസ് ടോട്ടലി മാറി നിന്ന് പുതിയ ലീഡേഴ്സ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ എമർജ് ചെയ്യുകയും ആ എമർജ് ചെയ്യുന്നതാണ് ഇനി ന്യൂ മാർക്കറ്റ് ലീഡേഴ്സായി മാറുകയും ആ ഫണ്ടിനെ തിരിച്ച് കൈപിടിച്ച് ഉയർത്താൻ പോകുന്നതും. പക്ഷെ ഇത് രണ്ടിലും ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് കുറച്ചൊരു പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അത്ര പെട്ടെന്നൊരു റിട്ടേൺസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ടുള്ള ചാൻസസ് കുറവും തന്നെയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോവിഡിന് ശേഷമുള്ള ഡിജിറ്റൈസേഷൻ അങ്ങനത്തെയൊക്കെയുള്ളൊരു നെറേറ്റീവ് കാരണം IT ഓഹരി അല്ലാതെ തന്നെയും IT ഓഹരികൾ ഇപ്പം നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രിയാണ്, ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനെ നിർമ്മിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുത്ത സെക്ടറാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിവാർഡ്, ക്യാഷ് ഡിവിഡൻഡ് അങ്ങനെയുണ്ട്, ഡിഫൻസീവ് സെക്ടറാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ മിക്കവരുടെയും പോർട്ട്ഫോളിയോയിൽ IT ഓഹരികൾ ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് ഇനിയുള്ള റിസ്ക് ഘടകങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ഇപ്പോൾ അവർ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരുപാട് പേരുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഓൾറെഡി IT ഒരു നല്ലൊരു ശതമാനം വെയിറ്റ് ഉണ്ട്. അത് അവർക്ക് റിസ്ക് പ്ലേ ഔട്ട് ചെയ്തു എന്നതിനും വേണം നമുക്ക് പറയാൻ. കാരണം പല IT കമ്പനീസിലും ഇപ്പോഴും 52 വീക്ക് ലോസിലാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അവരുടെ ഷെയർ പ്രൈസസ് ഒക്കെ കഴിഞ്ഞ 1-2 കൊല്ലത്തിലെ ഏറ്റവും കുറഞ്ഞ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചുരുക്കം ചില സ്മോൾ ക്യാപ് മിഡ് ക്യാപ് കമ്പനീസിലുള്ള IT കമ്പനികളാണ് മാർക്കറ്റിനെക്കാളും ബെറ്റർ പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഇത് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രോബ്ലത്തിൽ ഒരു ഇൻവെസ്റ്ററിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേറെ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അഡീഷണൽ ആയിട്ടുള്ള ഫണ്ട് അലൊക്കേഷൻ കൊണ്ടുവന്ന് ആ ഒരു IT വെയിറ്റേജ് കുറച്ചും കൂടി കുറയ്ക്കാം എന്ന് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൊത്തം പോർട്ട്ഫോളിയോനെ ഒന്ന് കുറച്ച് അതിൽ IT എക്സ്പോഷർ കുറയ്ക്കാം എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ടോട്ടലി വിറ്റൊഴിവാക്കി പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഇപ്പൊ പ്രാധാന്യം നൽകേണ്ടതെന്നാണ് ഉദ്ദേശിച്ചത്. അതെ, ഇപ്പൊ പുതിയ മാർക്കറ്റിലെ ട്രെൻഡ് വരുന്നുണ്ട്. ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ കുറച്ച് അഡീഷണൽ അലൊക്കേഷൻസ് അതിന് വേണ്ടി ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ ഒരു സ്റ്റേജിൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് ഒരു മോഡലായിരിക്കും കുറച്ചും കൂടി ഒരു ഇൻവെസ്റ്ററിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ. നമ്മൾ സ്റ്റേ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ലോങ് ടൈം എന്നുള്ളൊരു നെറേറ്റീവാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ആ ഒരു രീതി നോക്കുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് IT ഓഹരികളുടെ ഭാവിയൊക്കെ എന്താകാനാണ് സാധ്യത? IT കമ്പനികൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. കാരണം ഇത് ബാക്കി ഒരുപാട് പേര്, അതായത് IT ആണ് അറിയാലോ, 2000 മുതൽ 2025 വരെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുകയും ആ ഒരു മിഡിൽ ക്ലാസ്സിനെ കുറച്ചും കൂടി ബൂമിംഗ് ആക്കി കൊണ്ടുവന്നേക്കുന്ന ഒരു സെക്ടറാണ് IT. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ലീഡേഴ്സ്, IT കമ്പനിയുടെ ലീഡേഴ്സ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ഇത് അവരുടെ നെക്സ്റ്റ് ലെവലിലേക്ക് AI ബൂം കുറച്ചും കൂടി ബെനിഫിറ്റിൽ ചെയ്യിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പറഞ്ഞനുസരിച്ച് തന്നെ നോക്കുകയാണ്, മിഡ് ക്യാപ് IT കമ്പനീസ് ഉണ്ട്, IT പ്രോഡക്റ്റ് കമ്പനീസ് ഉണ്ട്, SaaS ഉണ്ട്. അപ്പോൾ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു IT യൂണിവേഴ്സിൽ നിന്നും
AI വരുന്നത് കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള സെഗ്മെന്റ് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ നേട്ടം വരാൻ പോണത് ഡേറ്റ സെൻട്രിക് ആയിട്ടുള്ള കമ്പനീസ് ആണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കൺസൾട്ടൻസി കമ്പനീസ് ഉണ്ട്. AI റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സ്റ്റാഫിംഗ് കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് സർവീസസ് കൊടുക്കുന്ന കമ്പനീസിലേക്കായിരിക്കാം ഇപ്പോൾ കുറച്ചും കൂടി ഫോക്കസ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ AI കാരണം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കരുതേണ്ടത്, അല്ലെങ്കിൽ നിലവിലുള്ള ജോലികളെ മാത്രമേ ബാധിക്കത്തുള്ളൂ, അങ്ങനെ കരുതിയാൽ മതിയോ? AI ഒരു ടെക്നോളജി ഡിസ്റപ്ഷൻ ആണ്. അപ്പോൾ എപ്പോഴൊക്കെ ടെക്നോളജി ഡിസ്റപ്ഷൻസ് സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കൂടുതൽ ജോലികൾ ക്രിയേറ്റ് ആയി എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ രസകരമായിട്ട് കാര്യം കമ്പ്യൂട്ടർ ബൂം വന്ന സമയത്ത് പലരും വിചാരിച്ചത് കുറെ പേരുടെ ജോലി പോകുമെന്നുള്ളതായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടറാണ് ഒരുപാട് പേർക്ക് ജോലി കൊടുത്തത്. AI എവിടെയാണ് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പോകണമെന്നുള്ളത് നമുക്കിപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴൊക്കെ ഡിസ്ട്രപ്ഷൻസ് നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു സപ്പോർട്ട് സർവീസസിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേർക്ക് ജോലി കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതായത് AI കാരണം നിലവിലത്തെ ജോലികൾക്കൊക്കെ ഒരു പ്രശ്നം സംഭവിച്ചേക്കാമെങ്കിലും AI കാരണം അൺലോക്ക് ചെയ്യപ്പെടുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആർക്കും വലിയ ധാരണയില്ല. അത് കാത്തിരിക്കേണ്ടതാണ്, അത് പോസിറ്റീവായിട്ട് എടുക്കാമെന്നുള്ളതല്ലേ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ ഇപ്പോൾ ഉള്ള സ്കിൽ സെറ്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എംപ്ലോയബിലിറ്റി തന്നില്ല എന്ന് തന്നെ വരാം. പക്ഷെ AI കാരണം അൺലോക്ക് ചെയ്യുന്ന കുറച്ച് സ്കിൽ സെറ്റ്സ് വരാം. ആ സ്കിൽ സെറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് കിട്ടും എന്നുള്ളത് ഒരു പ്രതീക്ഷയുണ്ട് എന്തായാലും. ഇപ്പം എന്തായാലും നിലവിലത്തെ ജോലികളെ ബാധിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നോക്കുകയാണ്. ഇപ്പോൾ IT എന്ന് പറയുന്ന സെക്ടറാണ് നമ്മൾ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനെ സൃഷ്ടിച്ചത്. കമ്പയറബിളി ഹൈ ഇൻകം കൂടിയുള്ള ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡൊമിനോ എഫക്റ്റ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്, കൺസ്യൂമർ എന്നിങ്ങനെയുള്ള സെക്ടറുകളിലേക്കൊക്കെ IT ആ ഒരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഗുണഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ IT-യിൽ നിലവിലത്തെ ആ ഒരു ഡിസ്റപ്ഷൻ വരികയാണെങ്കിൽ ബാങ്കിങ്, ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയുള്ള സെക്ടറിലൊക്കെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുക? ഈ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. കാരണം ഒരു 2000 മുതൽ 2025 വരെ ഏറ്റവും മുന്നിൽ നിന്ന് കളിച്ച ഒരു പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞ IT സെക്ടർ. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുകയും, ജോലി മാത്രമല്ല നല്ല രീതിയിലുള്ള ഒരു ഇൻകം കൊടുക്കുകയും ഒരുപാട് ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡിന് കാരണമായിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് ടെക്നോളജി. അപ്പോൾ ഇവിടെ ഒരു ജോലിക്കാരനായിരുന്നെങ്കിൽ ആ ഒരു ജോലിക്കാരന് കൂടുതൽ കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റി. കൺസ്യൂമർ ഡ്യൂറബിൾസ് ആയിക്കോട്ടെ, കൺസംഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ റിയാലിറ്റി സെക്ടേഴ്സ്, അതായത് നമ്മൾ ഫ്ലാറ്റ് വാങ്ങിക്കുന്നു, വീട് വാങ്ങിക്കുന്നു, സ്ഥലം വാങ്ങിക്കുന്നു, ഇതൊക്കെ ശരിക്കും സാധ്യമായത് ഈ ഒരു ഹൈ ഇൻകം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത് തന്നെ ഇതിനകത്തൊരു ഏറ്റവും വലിയ ത്രെട്ടാണ്. കാരണം ഇവർ പലരും ഈ ഒരു ഫ്ലാറ്റോ വീടോ വില്ലോ ഒക്കെ വാങ്ങിച്ചേക്കുന്നത് ചിലപ്പോൾ ഒരു ലോൺ എടുത്തിട്ടായിരിക്കാം. ലോൺ ടെന്യൂർ അറിയാലോ, 15, 20, 25 വർഷമൊക്കെയാണ് സാധാരണ ഒരു ഹൗസിംഗ് ലോൺ ടെന്യൂർ പോകാറ്. അപ്പോൾ IT-യിൽ എന്തെങ്കിലും രീതിയിലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ബാങ്കിങ്ങിനെയാണ് ഒരു വലിയ രീതിയിലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. റിയൽ എസ്റ്റേറ്റിന് ഡെഫിനറ്റ്ലി അതൊരു ഇമ്പാക്ട് വരും. പക്ഷെ ഓൾറെഡി റിയൽ എസ്റ്റേറ്റ് സോൾഡ് ആയ റിയൽ എസ്റ്റേറ്റിൽ ചിലപ്പോൾ പ്രോബ്ലം വരത്തില്ല. പുതിയ പ്രൊജക്ട്സിന് ചിലപ്പോൾ അത് ബാധിക്കാം. പക്ഷെ ബാങ്കിങ്ങിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോൺ ബുക്കിന് ചിലപ്പോൾ അതൊരു NPA-യിലേക്ക് കൊണ്ടുവരാം. അതൊരു വലിയ ത്രെട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ IT സെക്ടറിൽ ഉണ്ടാകാവുന്ന ഒരു മാറ്റം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും ബാധിക്കാൻ സാധിക്കുമെന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും ബാധിക്കും. കാരണം ഇപ്പോൾ ലീഡിംഗ് സെക്ടേഴ്സിനെ എപ്പോഴൊക്കെ ബിസിനസ് ബാധിച്ചിട്ടുണ്ടോ, ഡിസ്റപ്ഷൻസ് ബാധിച്ചിട്ടുണ്ടോ, അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രോഗ്രസിനെ അത് ടോട്ടലി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്നോളജി സെക്ടർ ഒബ്സർവ് ചെയ്യുന്ന എക്സ്പേർട്സിന്റെ ഇന്റർവെൻഷൻ വേണമെങ്കിൽ ഇത് തന്നെയാണ് കറക്റ്റ് മൊമെന്റ്. കാരണം ഇന്ത്യനെ AI-യിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. നമ്മൾ ആ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആവുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും അതിനകത്തുള്ള സൊല്യൂഷൻ. നമ്മൾ മാറി നിൽക്കാൻ പാടില്ല, നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ഈ ഗ്ലോബൽ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, AI-യുടെ ഹൈപ്പ് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. ഇന്ത്യ ആയിരിക്കണം അടുത്ത ഒരു ബെനിഫിഷ്യറി എന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ വിദേശ നിക്ഷേപം തിരിച്ചു വരുമായിരിക്കും. വിദേശ നിക്ഷേപം ഇപ്പോൾ US മാർക്കറ്റിനൊക്കെ ചേസ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം ഇതുപോലത്തുള്ള AI-യുടെ അഡോപ്ഷൻ അവർ അത്രയും സൂപ്പറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതുപോലത്തുള്ള ഒരു ചെറിയൊരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ചെറിയൊരു മൊമെന്റ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ US-ലുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, ലോകത്തുള്ള ബാക്കി കുറെ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പം അങ്ങനെ തന്നെ വെച്ചൊരു പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം AI കാരണം ഡിസ്ട്രപ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ AI എക്സിസ്റ്റിംഗ് ആ ഒരു ഇൻഡസ്ട്രീസിനെയൊക്കെ റീഷേപ്പ് ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിച്ചു വെക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റർ ഒരു പോർട്ട്ഫോളിയോ ഇനി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? പോർട്ട്ഫോളിയോ ക്രിയേഷനിൽ ഇതൊരു വലിയ രീതിയിലൊരു ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനീഷ്യലി നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു കമ്പനീനെ മേ ബി 15 years 20 years എന്നൊക്കെ ഒരു ടെന്യൂർ നമ്മൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റോക്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ വന്നേക്കുന്ന പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കമ്പനി 5 വർഷം പോലും ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു
മോഡലിലേക്കൊക്കെയാണ് ഇവിടെ വരുന്നത്. കാരണം എപ്പോൾ വേണേലും കമ്പനി അതെ, അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നത്. കറക്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ റീസെന്റ് പെർഫോമൻസസ് ഡെഫിനറ്റ്ലി നോക്കും. ആ കമ്പനിക്ക് എത്രത്തോളം ഫ്യൂച്ചറിൽ അതിൽ സ്കോപ്പ് ഉണ്ടെന്നുള്ളത് ഒരു പരിധി വരെ കുറച്ച് മെട്രിക്സ് അവൈലബിൾ ആണ്. ആ മെട്രിക്സ് വെച്ച് നമ്മൾ വിലയിരുത്തിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് എക്സ്പോഷർ, മേ ബി ഒരു 15-20 ഇയേഴ്സിന്റെ ഒക്കെ ഒരു എക്സ്പോഷറൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മളെപ്പോലുള്ള പോർട്ട്ഫോളിയോ ക്രിയേറ്റേഴ്സിനെ ചിലപ്പോൾ അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ ടോട്ടലി ഇതിനകത്ത് AI റിലേറ്റഡ് ആയിട്ടുള്ള ഞങ്ങൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. കമ്പനീസ് സജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതിനോടുള്ള ബെനിഫിഷ്യറി ആയിട്ടുള്ള കമ്പനീസാണ് ഇപ്പോൾ കൂടുതൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറ്. അങ്ങനെ നമുക്ക് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടറുകളായിരിക്കും അത് നമുക്ക് കൂടുതൽ ഇതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും? AI വന്നാലും പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ളൂ. ഇന്ത്യയിൽ ഒരു ലാസ്റ്റ് 10 years നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഒരു ഓവർ പെർഫോമൻസ് കാഴ്ചവെക്കാത്ത ഒരു സെക്ടറാണ്. അടുത്തൊരു മേ ബി 10-15-20 ഇയേഴ്സ് ഹെൽത്ത് കെയറിന് നല്ലൊരു ഫ്യൂച്ചർ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ട്. AI ശരിക്കും ഹെൽത്ത് കെയറിനെ ബെനിഫിറ്റ് ചെയ്യാനാണ് സാധ്യത. കൺസംഷൻ പോലത്തുള്ള സെക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ഒരു ഡിസ്പോസിബിൾ ഇൻകം ഹയർ ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ കൺസംഷൻ ബൂം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻകം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസംഷൻ അവിടെ കുറയും. പക്ഷെ അഗൈൻ മാർക്കറ്റ് ഡൈനാമിക്സിനെ വളരെ മിറർ ചെയ്യുന്ന ഒരു ഏരിയയാണ് കൺസംഷൻ. അതായത് നമ്മുടെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് സപ്ലൈ മാറണമുണ്ട്, പ്രൊഡക്റ്റിന്റെയും പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൺസംഷൻ ഒരു നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് തരാൻ പറ്റത്തില്ല. പക്ഷെ ഹെൽത്ത് കെയർ ഒരു പെർഫെക്റ്റ് ഇതാണ്. AI അഡോപ്ഷൻ വന്നതുകൊണ്ട് ഇന്ത്യ ഒരു നല്ലൊരു സ്ട്രോങ് മാർക്കറ്റ് ആവാനായിട്ടുള്ള ഹൈ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം അവസാനമായി ഇപ്പോൾ AI കുറിച്ചുള്ള ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിക്ഷേപനുണ്ട്, ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ഇനി അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ ഓൾറെഡി IT ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണ്, അല്ലെങ്കിൽ IT ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒന്നെങ്കിൽ വർക്ക് ചെയ്യണവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലൊരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്തൊരു നോളജ് ഉണ്ടാവും. ഏതാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന AI ടെക്നോളജി എന്നുള്ളത്. ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ കമ്പനികളെ നിങ്ങൾ ശരിക്കും വാച്ച് ചെയ്യുക, കൂടുതൽ റിസർച്ച് ചെയ്യുക. ആ ഒരു കമ്പനീസ് ചിലപ്പോൾ നല്ല രീതിയിൽ റിട്ടേൺസ് തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ വേറെ ഒരുപാട് കമ്പനീസ് നല്ല രീതിയിലുള്ള റിസൾട്ട്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫർദർ അലോക്കേഷൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ന്യൂ ഇൻവെസ്റ്റ്മെന്റ്സ് താല്പര്യമുണ്ടെങ്കിൽ ബെറ്റർ പെർഫോമിംഗ് സെക്ടേഴ്സിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. IT തന്നെ നോക്കിയിരിക്കണമെന്ന് എപ്പോഴും നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഓരോ കാലഘട്ടത്തിലെ ഡിസ്റപ്ഷനുകളിൽ നിന്നും അവസരങ്ങൾ കണ്ടെത്തുന്നവരാണ് നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. IT കടന്നെത്തുന്ന AI തരംഗത്തെ നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇവിടെ പങ്കുവച്ച നിർദ്ദേശങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കരുത്തുറ്റതാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വിഷയം വീണ്ടും കണ്ടുമുട്ടാം. സ്റ്റേ ഇൻഫോംഡ്, സ്റ്റേ ഇൻവെസ്റ്റഡ്. താങ്ക് യു.